മൈ ചാനൽ മിങ്സ് ബിറാമി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. കുറച്ചധികം ദിവസങ്ങളായില്ലേ, കുറച്ചധികം നാളുകളായി എന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, മോൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അധികം പേരൊന്നും അല്ലെങ്കിലും കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ആയിട്ട് ഉണ്ടായി, എന്ത് പറ്റി ചേച്ചി ഇപ്പം വീഡിയോ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഒരു ആൻസർ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ, അത് വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. വേറൊന്നുമല്ല ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മൾ ഒരു സ്കിൻ കെയർ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇന്ന് ഞാൻ ഒരാളുടെ വീഡിയോ കടമെടുത്തുകൊണ്ട് വന്നേക്കണം. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് കടമെടുപ്പ് മാത്രമേ ഉള്ളൂ, ദൈവം ഇവളുടെ കയ്യിലൊന്നും ഇല്ല. ഇന്ന് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒരാൾ വീഡിയോ എടുത്ത് അത് ഇട്ടതിന് ശേഷം ആ ഫേസ് പാക്ക് ഒക്കെ അവർ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് ഉണ്ടെന്ന് ഭയങ്കര ആകാംക്ഷയോട് കൂടി പറയുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യമാണ്. കുറച്ച് പേർക്കെങ്കിലും നമ്മൾ അങ്ങനെ ഇടുന്ന വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഇപ്പോൾ ഒരാൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ട്രൈ ചെയ്യണോ അതോ വേണോ ഇങ്ങനെ സംശയത്തോട് കൂടി ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അത് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നമ്മളും കൂടെ കാണിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കൊള്ളാം ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇത് വരും. പിന്നെ എന്താ പറയുക, നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വേറൊരാളുടെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം പറയത്തുള്ളൂ, അല്ലാണ്ട് നമ്മൾ കള്ളത്തരങ്ങളൊന്നും പറയത്തില്ലല്ലോ. അപ്പോൾ അതും നിങ്ങൾക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ എന്തായാലും നമുക്ക് എന്താണ് ഷിഹാന ഭയങ്കര ആകാംക്ഷയോട് കൂടി 1 day ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾ ഒറ്റ ദിവസം യൂസ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് അത്രത്തോളം റിസൾട്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് സൺടാൻ അടിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മുഖമൊക്കെ കരിവാളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്നാണ് ഷിഹാന പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കും എൻ്റെ സ്കിൻ, ഞാനിപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക്ക് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് വീണ്ടും പോയി റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് എന്താ പറയുക എല്ലാം നഷ്ടം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആരും മേക്കപ്പിൻ്റെ മുകളിൽ കൂടെ ഒന്നും ഇങ്ങനെയുള്ള ഫേസ് പാക്കും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത്. ഫേസിൽ ഒന്നും ഇടാണ്ട് വേണം നമ്മൾ ഇതുപോലുള്ള ഫേസ് പാക്കും, ഏത് ഫേസ് പാക്ക് ആയാലും നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. എന്തായാലും നമുക്ക് ആ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതും അതുപോലെ എങ്ങനെ യൂസ് ആക്കാന്നുള്ളതും യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ എന്ത് മാറ്റമാണ് വന്നേക്കുന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് വിശദീകരിച്ച് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ എടുത്തേക്കുന്നത് ഒരു പൊട്ടറ്റോ അരച്ച് അതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ പൊട്ടറ്റോ അരച്ച് അതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് റൈസ് പൗഡറാണ്. റൈസ് പൗഡർ ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ടേബിൾ സ്പൂണാണ്. പിന്നെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതേ സ്പൂണിന് തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. വെള്ളം പോലെ ആകാതെ, ഇപ്പോൾ ഒരു വെള്ളം പോലെയാണ് ഇരിക്കണം. നമ്മൾ വീണ്ടും കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കട്ടിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കണമെന്നുള്ള നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കിട്ടുന്ന കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ്. നമുക്ക് പുറത്ത് പോയി വലിയ സാധനങ്ങളൊന്നും മേടിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെ വീടിൻ്റെ അടുക്കളയിൽ കാണുന്ന ഐറ്റംസ് വെച്ചിട്ട്, എല്ലാവരുടെ വീട്ടിലും കാണും, ഡെയിലി കാണുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, സമയനഷ്ടമൊന്നുമില്ല. ഷിഹാന അതിൽ പറയുന്നുണ്ട് 10 മിനിറ്റ് നമ്മൾ ഇട്ടിട്ട് നമുക്ക് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. നല്ലൊരു ഫേസ് പാക്ക് ആയിരിക്കും. കാരണം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ, അരിപ്പൊടി, അതുപോലെ പൊട്ടാറ്റോ എല്ലാം നമ്മൾ വേറെ പാക്കറ്റിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നല്ല റിസൾട്ട് കാണും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ആ കുട്ടി അതിനകത്ത് അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഞാൻ തലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അതാണല്ലോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ. നമ്മൾ തലയൊക്കെ കെട്ടി, അതുപോലെ മേക്കപ്പ് ഇട്ടുകൊണ്ട് ആരും ഫേസ് പാക്ക് ഒന്നും അപ്ലൈ ചെയ്തത്. പിന്നെ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്, പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇല്ല നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് ഫേസിലോട്ടിട്ട് ചില ആൾക്കാർക്ക് നല്ല അലർജിയുള്ള ആൾക്കാർ കാണും. പിന്നെ വന്നിട്ട് നിങ്ങളത് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും ആരും വരരുത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിലോ കഴുത്തിൻ്റെ എവിടെ സൈഡിലോ എവിടെയെങ്കിലും ഇട്ട് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാട്ടോ. അത് ഏതൊരു കാര്യമല്ലോ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഡയറക്റ്റായിട്ട് ഫേസിലോട്ട് ഇട്ടിട്ട് പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഞങ്ങൾ പറഞ്ഞങ്ങോട്ട് നീട്ടുന്നില്ല. നമുക്ക് എന്തായാലും ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ലൊരു കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലോട്ട് ആക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ചിലപ്പോൾ അരിപ്പൊടിയും ഷുഗറും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം പോലെ ആയി പോകണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കിയത് ഈ ഒരു കട്ടി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. എന്തായാലും നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ കണ്ണാടി എടുത്തുകൊണ്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ ഈ ഫോണിലോട്ട് നോക്കി നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വലിയ സജ്ജീകരണങ്ങളൊന്നും എൻ്റെ ഇല്ല കേസ്. അപ്പം അതുകൊണ്ടാണ് കണ്ണിൻ്റെ അടിവശത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം എന്താ ഇതിൽ വേറെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ അടിവശത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചേച്ചി തേച്ച് മിക്കവാറും ലിപ്സ്റ്റിക്ക് പോകും ഗൈസ്. എല്ലാപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പം
എന്ത് ചൂടല്ലേ, എല്ലാ സ്ഥലത്തും എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ഭയങ്കര ചൂടാണ്. രാത്രി ഒന്നും കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത രീതിക്കുള്ള ചൂടാണ്. പിന്നെ നമ്മൾ പുറത്തും കൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയാണ് സൂര്യപ്രകാശം എല്ലാം കൂടെ അടിച്ച് കയറി നമ്മുടെ ഫേസ് ഒക്കെ എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. ഈ ഒരു സമയത്ത് നല്ലൊരു ഫേസ് പാക്ക് ഒക്കെ കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താണ് ഇങ്ങനെ ഈ സൺടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണെങ്കിൽ അത് അത്രയും നല്ലതാണ്. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിൽ പോലും നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാണ്ട് നിങ്ങൾ ഇടാൻ വേണ്ടി നോക്കരുത്. കാരണം നമുക്കറിയാം കഴുത്ത് വേറെ കളറായി പോകും, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വേറെ കളറായി പോകും. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾ കഴുത്തിലൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. എൻ്റെ ഈശ്വര പുറത്ത് ആരോ വന്നിട്ടുണ്ട്. ഞാനിതിനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഫേസിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രീതിയിൽ ഇങ്ങനെ ഉണങ്ങിയിട്ടില്ല, എന്നാലും അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും പറ്റുന്നില്ല, നിങ്ങളത് കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ ഒപ്പി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളം എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുത്തത്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാണാം. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. എന്താ ചെയ്യുക, പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ. ഒട്ടും പ്രതീക്ഷിച്ചിട്ട് ആരെങ്കിലും വരും എന്നുള്ള കാര്യം. ഞാനിങ്ങനെ ഫേസിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു കുഞ്ഞ് ലെവലിലൊന്ന് റിമൂവ് ചെയ്തപ്പം തന്നെ എനിക്ക് മനസ്സിലായി സംഭവം കിടിലുവാണെന്നുള്ള കാര്യം. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൺടാൻ മാറും എന്ന് പറഞ്ഞത് വെറുതെ ഒന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നല്ല എന്താ പറയുക, അത് റിമൂവ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു കളർ വെച്ചിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാനത് മൊത്തത്തിൽ ഇങ്ങനെ റിമൂവ് ചെയ്ത് നോക്കുകയാണ് എന്താണ് ഫേസിൽ വന്നേക്കുന്ന മാറ്റം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല കിടിലോ ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഷിഹാനയുടെ മുഖത്ത് അങ്ങനെയുള്ള ഭാവങ്ങൾ പൊട്ടി വിരിഞ്ഞതിൽ എന്താണ് പറയുക, തെറ്റില്ലെന്ന് വേണം എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം അത്ര നല്ല ഒരു ഫേസ് പാക്കാണ്. നിങ്ങളത് നോക്കിക്കേ, മുഖം എത്ര ബ്രൈറ്റ് ആയെന്ന് നോക്കിക്കേ, എന്ത് രസമായെന്ന് നോക്കിക്കേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ലല്ലോ. ഞാനിങ്ങനെ എത്ര ആകാംക്ഷയോടെ പറയണമെങ്കിൽ എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കോളാം. അപ്പോൾ ഞാൻ കഴുത്തിലും അതുപോലെ ഫേസിലൊക്കെ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ് ഒന്ന് നോക്കി, ആദ്യം കണ്ടതിനേക്കാളും നല്ല ബ്രൈറ്റ് ആയിട്ടില്ലേ. അപ്പോൾ എന്തായാലും സൺടാൻ അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മാറും എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഓസമാണ് ഗൈസ്, ഓസമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റ.